UDF-ൽ കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് രാവിലെ മുതൽ കേരളത്തിലെ ചാനലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ചാനലുകൾ പ്രത്യേകിച്ചു. മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ വേറൊന്നും വേണ്ട എന്ന് വി.ഡി. സതീശൻ പറഞ്ഞതായിട്ടുള്ളതാണ് വാർത്ത. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അതുപോലെ കെ.സി. വേണുഗോപാലും എല്ലാം ഇവര് മൂന്നുപേരാണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി ആകുമെന്ന് നമ്മളൊക്കെ കരുതുന്നത്. ആരെങ്കിലും ഒരാള് ഇവരൊക്കെ പറഞ്ഞത് അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും, അങ്ങനെയാണ്. എല്ലാവരും കൂടി കൂടിച്ചേർന്നിട്ട് ഒരാൾക്കല്ലേ മുഖ്യമന്ത്രി ആകാൻ പറ്റൂ, അതാകുമെന്നാണ്. ഇനി അഥവാ അവരിൽ ആരെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ആ കടുംപിടുത്തം പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഉചിതമായ തീരുമാനമെടുക്കും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. UDF അധികാരത്തിൽ വരുമ്പോഴൊക്കെ സത്യത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ വാശികളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും മറ്റുള്ളവരെ ബാധിക്കുന്നതല്ല, മറ്റുള്ളവർ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുമല്ല. മാധ്യമങ്ങൾക്ക് പക്ഷേ UDF-ന് തുടക്കത്തിൽ തന്നെ കല്ല് കടിക്കുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി എന്തോ വലിയ തിടുക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ രാഷ്ട്രീയമായി നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അനുഭവത്തിൽ വെച്ച് നോക്കണമെങ്കിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. എന്റെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കിഷ്ടം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതാണ്. രണ്ടും രണ്ടാണ്. വ്യത്യസ്തമായപ്പോ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ വ്യക്തിപരമായി ഇടപെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ രാഷ്ട്രീയ ഭാവി പോലും ഒരുപക്ഷെ ഇല്ലാതായി പോകും എന്ന സാഹചര്യം ഉണ്ടായിട്ടും സത്യസന്ധമായ നിലപാടെടുത്ത ആളാണ് രമേശ് ചെന്നിത്തല. 2016 പാലിയേക്കര ടോൾ പ്ലാസയിലെ DYSP KK രവീന്ദ്രന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ആ നിരപരാധിയായ പോലീസുകാരനെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയപ്പോൾ ആ നടപടി തെറ്റാണ്. അയാള് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള ഒരു നടപടി എടുക്കാൻ പോയതാണ്. ഇതാണ് എന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കി ആ കോടതി രേഖകളും അന്നത്തെ സിറ്റുവേഷനും എല്ലാം ബോധ്യപ്പെടുത്തിയപ്പോൾ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയ ആ പോലീസുകാരനെ തിരികെ തൃശ്ശൂരേക്ക് കൊണ്ടുവന്ന് മാതൃക കാട്ടിയ ആളാണ് രമേശ് ചെന്നിത്തല. ആ സമയത്ത് കേരളത്തിലെ ചാനലുകൾ മുഴുവൻ, സോഷ്യൽ മീഡിയ മുഴുവൻ ആ പോലീസുകാരനെതിരായിരുന്നു, DYSP KK രവീന്ദ്രനെതിരായിരുന്നു. അത്രത്തോളം മുഴുവൻ മീഡിയകളും മുഴുവൻ സോഷ്യൽ മീഡിയയും എതിരായി നിന്നിട്ടും ആ സത്യസന്ധമായ ഒരു കാര്യം നടപ്പിലാക്കാൻ കാണിച്ച ഒരു ആർജവമാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ വി.ഡി. സതീശന് എന്തുകൊണ്ടാണ് ഇത് യോഗ്യത ഉണ്ടെന്ന് പറയുന്നത് വെച്ചാൽ കേരളത്തിൽ ഇത്രയധികം കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിട്ടും 100 സീറ്റിലധികം നേടിക്കൊണ്ട് 100+ നേടിക്കൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് ഇലക്ഷന് മാസങ്ങൾക്ക് മുന്നേ സംസാരിക്കാൻ, ആഴ്ചകൾക്ക് മുന്നേ ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞ ഒരേ ഒരാൾ വി.ഡി. സതീശനാണ്. ഇനി ഇത്രയും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടും അതുപോലെ ഇത്രയധികം പ്രവർത്തിച്ചിട്ടും ജനങ്ങളെ ഏകോപിപ്പിച്ചിട്ടും ഒരു ഭരണപരമായ ഒരു മെച്ചം ഉണ്ടാക്കി, ഇവിടെ UDF-ന് ഒരു മെച്ചമുണ്ടാക്കി ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ താൻ ഈ സ്ഥാനത്ത് തുടരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൻ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും, വനവാസത്തിന് പോകുന്നുള്ളതൊക്കെ ഒരു ആലങ്കാരിക സ്വഭാവമാണ്, ഞാൻ ഈ പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ തന്റെ ഇടം കാണിച്ച വേറെ ഏത് നേതാവാണുള്ളത് കോൺഗ്രസിൽ? ആ അർത്ഥത്തിൽ വി.ഡി. സതീശനാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. പിന്നെ വി.ഡി. സതീശൻ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളും രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടിച്ചേർക്കലും കൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഞാൻ അനുകൂലിക്കില്ല. അതിന് കാരണം കൊണ്ട് ഇപ്പോ CPM മുകേഷ് ആയിക്കോട്ടെ മറ്റു പലരായിക്കോട്ടെ ഇവരൊക്കെ ലൈംഗിക അപവാദങ്ങൾ കേട്ട് കേസും FIR-ഉം ഒക്കെ വന്ന സമയത്ത് CPM എടുത്തൊരു നിലപാടുണ്ട്. അതായത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല, കുറ്റക്കാരനാണ് കണ്ടെത്തിയതിനു ശേഷം മാത്രം നമുക്ക് നടപടി എടുക്കാം, വിധിക്കട്ടെ. അതുവരെ സംശയത്തിന്റെ നിഴലിലാണ് ആൾ. അപ്പൊ ആ ഒരു പരിഗണന നമുക്ക് കൊടുക്കാം. അത് മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് CPM എടുത്തിട്ടുള്ളത്. ആ നിലപാടല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വി.ഡി. സതീശൻ എടുത്തത്. അത് രാഷ്ട്രീയ തന്ത്രമായാലും മറ്റേതായാലും പാർട്ടിയുടെ പ്രാഥമിക പദവികളിൽ നിന്ന്, അതായത് അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള പദവികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിവെക്കാം, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതൊരല്പം കടന്ന കൈയായിപ്പോയി. അപ്പോ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാടല്ല അവിടെ എടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള തരംഗം പിന്നീട് വന്ന് നമുക്കറിയാലോ. കോൺഗ്രസിനകത്ത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ കഥ ഒന്നുകൂടി മാറിയനെ, പല ഭാഗത്തും പോകാമായിരുന്നു. ഇപ്പോ ധർമ്മടത്ത് എന്തായാലും രാഹുൽ മാങ്കൂട്ടം എത്തുമായിരുന്നു. ധർമ്മടത്ത് രാഹുൽ മാങ്കൂട്ടം കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കഥ ഒന്നുകൂടി തീരുമാനമാകുമായിരുന്നു. കാര്യം കോൺഗ്രസിന്റെ നേതാക്കൾ ആരും അവിടെ ചെന്നില്ല എന്ന് അബ്ദുൾ റഷീദ് പരാതി പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോ ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തത് പരാജയപ്പെട്ടു പോയി വി.ഡി. സതീശൻ എന്നതുകൊണ്ട്
വ്യക്തിപരമായിട്ട് ഈ ഭരണ കാര്യങ്ങളെ ഏകോപിപ്പിച്ച് നിർത്താൻ വി ഡി സതീശന് കഴിയുമോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ കഴിയില്ല. പക്ഷേ ഈ രാഷ്ട്രീയ വിജയത്തിന്റെ ക്രെഡിറ്റ് യു ഡി എഫിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ അത് വി ഡി സതീശനാണ് താനും. എന്നാൽ സത്യസന്ധമായി ആര് ഇനി ഒരുപക്ഷെ ഭരണം പോയാലും അല്ലെങ്കിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഞാൻ സത്യത്തിനൊപ്പം നിൽക്കൂ എന്നുള്ളൊരു നിലപാടാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്തുണയ്ക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഇതാണ് എന്റെ നിലപാടെന്ന് പറയുന്നത്. രാഷ്ട്രീയമായിട്ട് ആരോടും നമുക്ക് എതിർപ്പോ കാര്യങ്ങളൊന്നുമില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയോട് പോലും എനിക്ക് എതിർപ്പില്ല. പിണറായിത്തോട് മാത്രമാണ് എനിക്ക് എതിർപ്പ്. കാരണം അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള നിലപാടുകൾ തെറ്റായതുകൊണ്ടാണ്. വികസനം ഇല്ലാഞ്ഞിട്ടാണ്. ഇതുവരെ ഇല്ലാത്ത വികസനം, മറ്റ് ആരും ചെയ്യാത്ത വികസനം ചെയ്തൊരു പാർട്ടിയാണ്, ഭരണകക്ഷിയാണ് LDF ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടെന്ന് പറയാം. അത് എത്രയൊക്കെ നമ്മൾ CPM മറിച്ചാൽ അതുള്ള കാര്യമാണ്. ഇനി അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ താഴെ വന്ന് എന്തെങ്കിലും വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഉള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ജനകീയമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സാധാരണക്കാരുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പിണറായിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം. സാധാരണക്കാരാണല്ലോ ഇവിടുത്തെ വോട്ടർമാർ. അവരിലേക്ക് ഭരണം എങ്ങനെ എത്തുന്നു എന്നതാണല്ലോ നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് വി ഡി സതീശനാണ്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു കോൺഗ്രസിന്റേതായിട്ടുള്ള പങ്കിന്റെ ഉത്തരവാദിത്വം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വി ഡി സതീശനുള്ളതാണ്. എന്നാൽ ഇത്രയധികം സീറ്റ് നേടിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാന്ന് വെച്ചാൽ CPM-നാണ്. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും പ്രതിനിധിയെ UDF മുഖ്യമന്ത്രിയാക്കേണ്ടി വരും. കാരണം ജനവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ഉണ്ടായത് പിണറായിയോടാണ്, CPM-നോടല്ല. ഇപ്പോ കണക്ക് പുറത്തുനിന്ന് പറഞ്ഞതായിക്കോട്ടെ, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞായിക്കോട്ടെ, അതൊക്കെ പാർട്ടിക്ക് ചെറിയ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയത്. ആ ക്ഷീണത്തിൽ ഇതിങ്ങനെ പോയാൽ ഇവിടെയുള്ള ഒരു തരി കനൽ കൂടി ഇല്ലാതായി പോകുമെന്ന് കരുതിയിട്ട് BJPക്ക് വോട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം പാർട്ടിയെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയിൽ CPM പ്രതിനിധികൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ UDF ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ട് ഇപ്പോ അടുത്ത മാസത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ വരും, ഒരു സംശയം വേണ്ട. ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ നിലവിൽ എനിക്ക് എന്റെ UDF-ന്റെ പ്രതിനിധികളോട് പറയാനുള്ളത്, നിങ്ങൾ തമ്മിലടി അഥവാ ഉണ്ടെങ്കിൽ അത് നിർത്തിക്കണം. പക്ഷെ ചാനലുകൾ അവർ ഇതുണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അവർ ഒരു പക്ഷേ UDF-ന്റെ ഉള്ളിൽ വിഷയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അവർ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അത് സ്വാഭാവികം. അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. ഹൈക്കമാൻഡും നിങ്ങളുടെ നേതൃത്വം എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ. ആ ഒരു മുഖ്യമന്ത്രി ഇപ്പോ പിണറായി വിജയനും മറ്റുള്ളവരും എല്ലാം മോശമായിട്ടാണ് ഭരിച്ചതെന്നല്ലേ പറയണേ. അതിനേക്കാളും നല്ല ഉത്തമമായൊരു ഭരണം അവരങ്ങോട്ട് കാഴ്ചവെക്കട്ടെ. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമുക്ക് തുടർഭരണം കാഴ്ചവെക്കട്ടെ. നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണെന്ന്. Different angles. Don't forget to subscribe and support this channel.